പ്രിയ സ്നേഹിതരെ, ജെറൂസലേമിലെ മാളിക മുറിയിൽ വെച്ച് ശിഷ്യന്മാരോടൊപ്പം ഒടുവിലത്തെ അത്താഴം കഴിക്കുന്ന വേളയിൽ ക്രിസ്തുവിനെല്ലാം അറിയാമായിരുന്നു. യൂദാസ് സ്നേഹചുംബനം കൊണ്ട് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്, റോമൻ പടയാളികൾ തന്നെ ബന്ധിക്കുമെന്ന്, കയ്യഫാസിൻ്റെയും ഹെറോദസിൻ്റെയും പിലാത്തോസിൻ്റെ മുമ്പിൽ കുറ്റവാളിയെ നിൽക്കേണ്ടി വരുമെന്ന്, ഒടുവിൽ വെറും 12 മണിക്കൂറിനുള്ളിൽ കുരിശിൻ്റെ വിരിമാർ നിസ്സഹായതയോടെ തൂങ്ങി മരിക്കേണ്ടി വരുമെന്ന് ആ തിരിച്ചറിവിൻ്റെ വേദനയില്ല ക്രിസ്തു അന്ത്യത്താഴവേളയിൽ എഴുന്നേറ്റ് തളികയിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത്. ഏതാനും ദിനങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിരുന്ന് മേശക്കരികിൽ വെച്ച് ഒരു പാപിനിയ സ്ത്രീ തൻ്റെ പാദം കഴിയുമെങ്കിൽ ഇപ്പോഴിതാ അവൻ തന്നെ എല്ലാ പാപികളുടെയും പ്രതീകമായി നിന്ന ശിഷ്യന്മാരുടെ അടുക്കുപുരണ്ട പാദം കഴുകുക. ഈ പാദശാണ കർമ്മം ഒരു പ്രതീകം മാത്രമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞ മലിനതകളൊക്കെ കഴുകിക്കളയുന്നതിൻ്റെ പ്രതീകം. പാദം കഴുകുവാൻ ഏതൊരു മനുഷ്യനുമാകും. എന്നാൽ യഥാർത്ഥ മാലിന്യമുള്ളത് പാദത്തിലല്ല, നമ്മുടെ ഹൃദയത്തിലാണ്. അത് കഴുകി ശുദ്ധീകരിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ ആവൂ. വെള്ളമൊഴിച്ച് തുടച്ചാൽ പാദത്തിൻ്റെ അഴുക്ക് ഒലിച്ചു പോകും. ഹൃദയത്തെ നവീകരിക്കുവാൻ ക്രിസ്തുവിൻ്റെ തിരുനിണത്തിന് മാത്രമേ ആവൂ. പത്രോസ് തടസ്സം നിൽക്കുന്നുണ്ട്. നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. അവ ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ലെന്ന. അവൻ്റെ തിരിച്ചോരയാൽ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ അവൻ കരുതി വച്ചിരിക്കുന്ന രക്ഷയിൽ പങ്കുകാരാകുവാൻ നമുക്ക് യോഗ്യതയില്ലെന്ന. മലിമസമായൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. കടന്നു പോകുന്ന വഴികളിലൊക്കെ മോശം അവസ്ഥകളാണ്. കാലെടുത്ത് വെക്കുന്ന എല്ലാ മേഖലകളിലും അശുദ്ധിയും അഴുക്കുമാണ്. എത്രയൊക്കെ വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവസം ആരംഭിച്ചാലും കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലായിരിക്കും ആ ദിനം തീരുക. അനുദിനം കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. മൊബൈൽ, TV, പത്രമാധ്യമങ്ങൾ, വിനോദ സൗഹൃദ കർമ്മ മേഖലകളൊക്കെ കടന്നു വന്ന് തിരികെ പോകുമ്പോൾ മോശം അവസ്ഥയിലല്ലേ നമ്മുടെ ഹൃദയം? പാദത്തെ പുരണ്ട അഴുക്കല്ല, ആന്തരിക പടർന്ന അഴുക്കിനെ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരിക. എത്ര കഠോരമായ പാപിയാണെങ്കിലും ആശ്വസിച്ച് അഭയം പ്രാപിക്കാൻ നമുക്കൊരു രക്ഷകനുണ്ടെന്നേ. ലജ്ജ തെല്ലുമില്ലാതെ സ്വയം വിനീതനായ ദാസനെ പോലെ സ്വന്തം ചുടുനിണം ഒഴുക്കി പാപക്കറ പുരണ്ട ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ മനസ്സുള്ളൊരു രക്ഷകൻ. അവൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം നമുക്ക് തുറന്നു വെക്കാം. ആമേൻ.